ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ മലയാളം റിവ്യൂ ആണ്. അപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് റെഡി പ്ലെയർ വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം ഗ്രാഫിക്സ് ഉപയോഗിച്ച ഒരു സിനിമയാണ്. ഒരു സൈഫി അതുപോലെ തന്നെ ഒരു ത്രില്ലർ ആക്ഷൻ മൂവിയാണിത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡയറക്ടർ സ്റ്റീവ് സ്പീൽബർഗിൻ്റെ സിനിമയാണ്. സ്റ്റീവ് സ്പീൽബർഗിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ഈ ജുറാസിക് പാർക്ക് എന്നുള്ള സിനിമ ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ ആളുടെ പടത്തിൻ്റെ ഒരു ലൈൻ നമുക്കറിയാം, വളരെയധികം ഗ്രാഫിക്സും അതുപോലെ തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റോറീസ് മാത്രമാണ് ആൾ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കഥയാണ് ഈ റെഡി പ്ലെയർ വൺ എന്ന് പറയുന്ന സിനിമയും. ഒരു കാരണവശം കൊണ്ട് ഈ പടം നമ്മുടെ കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെയധികം നല്ലൊരു സിനിമയായിട്ട് കൂടി ഇത് ഇവിടെ റിലീസ് ഉണ്ടാവാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കുറേ ട്രെയിലറുകൾ നമ്മുടെ തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്കിടയിൽ ഈ പടത്തിൻ്റെ ട്രെയിലറുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പടം ഇവിടെ റിലീസായിരിക്കുമെന്നാണെന്ന്. വളരെയധികം 3D യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. പക്ഷേ നമുക്ക് എന്തോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ തിയേറ്ററുകളിൽ ഇത് റിലീസായിരുന്നില്ല. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ വളരെയധികം ഫേമസ് ആണ് VR ഗെയിമിങ്, അതുപോലെ VR വീഡിയോ. പലതരത്തിലുള്ള മൊബൈലുകൾ ഇപ്പോൾ VR-ലാണ് വരുന്നത്. അപ്പോൾ ഈ VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി, അതായത് നമ്മൾ ഗ്രാഫിക്സ് ആയിട്ട്, അതായത് കമ്പ്യൂട്ടർ ജനറേറ്റർ ചെയ്യുന്ന ഒരു ഇമേജ് നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡിനാണ് ഈ VR എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർച്വൽ റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ 2065 നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാകുമ്പോഴേക്കും ഈ VR നമ്മുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുന്നതാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ലോകത്ത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് എല്ലാവർക്കും ജോലി കിട്ടായ്മ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഈ ഗെയിം വളരെയധികം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ശാസ്ത്രജ്ഞൻ ആളൊരു കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ് ഈ ഒയാസ് എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ് ഈ റെഡി പ്ലെയർ വൺ എന്ന സിനിമയിൽ നമുക്ക് കാണിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 കണ്ടുപിടിച്ചതായിട്ട് പറയുന്നത് ഈ സിനിമയിൽ. അപ്പോൾ ഈ ഗെയിം കണ്ടുപിടിച്ചതിന് ശേഷം ഇതൊരു സെക്കൻഡ് വേൾഡ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യണം. അതായത് പോപ്പുലേഷൻ കൂടിയ കാരണം വളരെയധികം സ്പേസസ് വേണ്ടി വരും നമുക്ക് താമസിക്കാനും ജീവിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പകുതി മുക്കാൽ ആൾക്കാരും ഫുൾ ടൈം എൻജോയ്മെൻറ്റ് അതുപോലെ തന്നെ പുറത്ത് ഔട്ടിംഗ് ഒക്കെ നടത്തുന്നത് ഈ സെക്കൻഡ് വേൾഡാണ്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഗെയിമാണത്. അതൊരു പ്രൈവറ്റായിട്ട് ഒരാളുണ്ടാക്കിയ ഒരു ഗെയിമാണ്. അപ്പോൾ വളരെയധികം ഭൂമിയിലുള്ള വളരെയധികം ആൾക്കാർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ കളിക്കുന്ന ഗെയിം. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലർ അതിൻ്റെ ഉള്ളിൽ മാരേജ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ അതിൻ്റെ ഉള്ളിൽ ഡിവോഴ്സ് ചെയ്യും, ചില ആൾക്കാർ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ പലതരം വേൾഡുകളുണ്ട്. ലീഗലായിട്ടുള്ള വേൾഡ്, അൺലീഗലായിട്ടുള്ള വേൾഡ്, അതുപോലെ വാറിന് വേണ്ടി, അങ്ങനെ പല സ്ഥലങ്ങളും ഹിഡൻ പ്ലേസസും ഉള്ളൊരു ഗെയിമാണിത്. അങ്ങനെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗെയിമിൻ്റെ ഓണർ മരിക്കുകയും അപ്പോൾ ആ ഗെയിമിൻ്റെ ഓണർ അതിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടുകയും ചെയ്യുകയാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഈ ഗെയിം ഞാൻ മരിച്ചാലും ഇത് നടത്തേണ്ട ആൾ ഈ ഗെയിം കളിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഹിഡൻ ഈസ്റ്റർ എഗ്ഗ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ 3 കീസ് വേണം. എൻ്റെ ലൈഫുമാണ് ഈ 3 കീസും ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഗെയിമിൻ്റെ ഫുൾ പേപ്പറും അതുപോലെ തന്നെ ഈ ഗെയിം ഫുള്ളായിട്ട് ആളുടെ പേരിലാക്കാനുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കിട്ടുന്നതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കമ്പനികൾ, അതായത് കുറേ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ ഗെയിം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. കാരണം വളരെയധികം പൈസ ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണത്. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും നമ്മുടെ പൈസ പോവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗെയിം കളിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു അവതാറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ അവതാറുകൾ ഏലിയൻസ് ആയിരിക്കാം, മനുഷ്യനായിരിക്കാം, പല രൂപത്തിൽ. അപ്പോൾ അത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് രൂപത്തിൽ തന്നെയാണ് ഇതിലത്തെ അവതാറുകളെ കാണിക്കുന്നത്. കാരണം അത് നമുക്ക് ആ റിയാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെയിമിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. 2 വേൾഡും മാറി മാറി കാണിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലത്തെ ഹീറോ. അപ്പോൾ ഹീറോ ഈ സിനിമയിൽ ആൾ ഈ ഗെയിമിൻ്റെ ഈ ഫസ്റ്റ് ഗേറ്റ് കടന്ന് ഈ ഫസ്റ്റ് കീ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വളരെയധികം ശ്രമിച്ചിട്ടും ആൾക്ക് പറ്റാണ്ട് ആൾ ഈ ഗെയിമിൻ്റെ OSSൻ്റെ ഗെയിമിൻ്റെ ഓണറുടെ ജീവിതങ്ങൾ, ലൈഫുകളൊക്കെ അവിടെ ലൈവായിട്ട് 3D TV അങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് ഓരോ ക്ലൂസ് ഉണ്ടാക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഹീറോ നായികനെ കണ്ടുമുട്ടുന്നതും. പക്ഷേ നായികയുടെ റിയൽ ആയിട്ടുള്ള ഐഡിയ ഒന്നും ഇവർക്കറിയില്ല. ഇവർ തമ്മിൽ ഈ വെർച്വൽ ലോകത്ത് വെച്ച് മാത്രമാണ് കാണുന്നത്.
ഈ ഗെയിമിനുള്ള റൂൾസിലൊന്നാണ് റിയൽ നെയിമും റിയൽ ഐ ഡിയൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പടം ഒരു ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം എൻ്റർടൈനിങ് ആയിരിക്കും, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്ന ഒരു ടൈപ്പ് പടമാണ്. വളരെയധികം പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഈ VR ഗെയിമിൻ്റെ നമ്മൾ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം ഒരു ഗെയിം മൂവി പോലെയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട് പല ഗെയിം ക്യാരക്ടേഴ്സിൻ്റെ അവതാഴ്സൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പല സൂപ്പർ ഹീറോസിൻ്റെ ഗെയിമുകളുടെ അവതാഴ്സിനൊക്കെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നായകൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തോറും ആൾക്ക് ഓരോ കീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനികളിൽ നോക്കുമ്പോൾ ഈ നായകനാണ് ഫസ്റ്റ് സ്കോറിൽ നിൽക്കുന്നത്, ഇത്ര പേരുത്ത് പൈസ ഉള്ള ആളാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും ഈ കീസ് മേടിച്ചിട്ട് ഇയാൾക്ക് ഈ വില്ലന്മാർക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഈ ഗെയിം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കാരണം അത്ര അധികം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും ശ്രമിക്കുന്നു. പക്ഷേ അവസാനം നായകനത് കിട്ടോ കിട്ടില്ല, ഇതെങ്ങനെയാണ് ഗെയിം ഷട്ട് ഡൗൺ ചെയ്ത് പോണ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. വളരെയധികം ട്വിസ്റ്റുകളുണ്ട് പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും പടം കാണണം. അപ്പോൾ ഈ പടം നിങ്ങൾ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ Gmail ID ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എനിക്ക് മെയിൽ അയയ്ക്കുക. ഞാൻ പരമാവധി റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എൻ്റെ കമൻറ്റുകൾക്കും, അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസിനൊക്കെ ഞാൻ പരമാവധി റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ സിനിമേനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് അടിക്കുക. പരമാവധി നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് അടിക്കാൻ ശ്രമിക്കുക. ഈ സിനിമേനെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം സൂചിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് തുടങ്ങിയിട്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊരു സപ്പോർട്ട് കിട്ടാത്ത പോലെ തോന്നുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. എന്നാലും നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തായി ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല, അത് 100% ഗ്യാരണ്ടി. നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈപ്പ് വീഡിയോസുകൾ കമൻ്റ് അടിക്കുക. ഞാൻ അതേപോലെ ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ആയി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റുള്ള ചാനലുകളിൽ പോലെ ഒരു കാറ്റഗറി മാത്രം വെച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കല്ല. എൻ്റെ ചാനൽ ഫുൾ കാറ്റഗറിയാണ്. എല്ലാ ടൈപ്പുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും.